ഇവിടെ തേങ്ങടാ തേങ്ങ ഒന്നും നമ്മളെ തന്നെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇനിയിപ്പോ നമ്മളെ മാപ്പിൽ കണ്ട് ആശ്വസിക്കാൻ നമ്മളെ കടന്നിറങ്ങി ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ ഫോട്ടോ വെച്ച് നമ്മൾ കണ്ട കട മെട്രോ കണ്ട് അവസാനം ബസ് കയറി മേനയിലോട്ട് പോവുകയാണ്. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ചട്ടിയങ്കലവും ചാനലിൻ്റെ അടുത്ത വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ചെറിയൊരു യാത്രയാണേ. രാവിലെ 3:30 മണിക്ക് പെട്ടിയും പാണ്ഡവുമായിട്ട് എറണാകുളത്തേക്കാണ് യാത്ര. വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ 2-3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ, നടന്നു പോകാനുള്ള ദൂരം. എന്നാലും മക്കളുള്ളത് കൊണ്ട് ഒരു ആട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷൻ ഇത്ര അടുത്തായിട്ട് പോലും എൻ്റെ മക്കൾ ഇതുവരെയും ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ കടം തീർക്കാൻ കൂടിയാണ് ഈ യാത്ര. ട്രെയിനിലാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ ഒരു മടിയും ഇല്ലാതെ അവർ റെഡിയായി. അപ്പോൾ നമ്മൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ട്രെയിൻ കയറിയപ്പോഴേ മക്കൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ അങ്ങ് മാറിയിട്ട് നല്ല ഉറക്കത്തിലായി. നേരം വെളുത്തു തുടങ്ങിയപ്പോഴേക്കും എറണാകുളം സ്റ്റേഷൻ എത്താറായി. പതുക്കെ ലജയൊക്കെ എടുത്ത് ഒരു ഓട്ടോയും പിടിച്ച് നേരെ റൂമിലേക്ക്. പുള്ളിയുടെ ഓഫീസിനടുത്ത് തന്നെയാണ് റൂം. നമ്മൾ 2-3 ദിവസം ഇവിടെ കാണും കേട്ടോ. മറൈൻ ഡ്രൈവിലാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ 8:30 മണിയായി കേട്ടോ. ഒന്ന് ഫ്രഷൊക്കെ ആയി തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഹസ്ബൻഡ് ഓഫീസിലോട്ട് പോയി കേട്ടോ. ഓഫീസിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മളെയും കൊണ്ട് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലോട്ട് പോയി. ലുലുവിലോട്ട് പോകാനാണ് പ്ലാൻ. മെട്രോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ലുലുവിലോട്ട് കയറി. അവിടെ ഒന്ന് കറങ്ങിയതിന് ശേഷം നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ചെറിയവന് വേണം. അവൻ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇത് വേണമെന്നും പറഞ്ഞ് ഭയങ്കര വാശി കേട്ടോ. പിന്നെ നമ്മൾ ആ ഷോപ്പിലോട്ട് പോയി ഒരെണ്ണം വാങ്ങിക്കൊടുത്തു കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം ഷോപ്പല്ലേ, അതുകൊണ്ട് നല്ല റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണേ വാങ്ങിച്ചോളൂ കേട്ടോ. അവനത് മുഴുവൻ കഴിക്കാനൊന്നും അല്ല, ബാക്കി നമ്മൾ കഴിക്കണം. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഹാംലീസിൻ്റെ ഷോറൂം തപ്പി ഇറങ്ങി കേട്ടോ. ഞാൻ ഈ ഷോപ്പിൽ ആദ്യമായിട്ട് കയറുന്നത് മുംബൈയിലെ ഒരു മാൾ വെച്ചാണ് കേട്ടോ. അതിനുശേഷം ഹാംലീസിൻ്റെ ഷോറൂം എവിടെ ഉണ്ടെങ്കിലും കയറാൻ ശ്രമിക്കും.
ഫാമിലീസ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായതും പഴക്കമുള്ളതുമായ ഒരു ടോയ് ഷോപ്പാണ് കേട്ടോ. ലണ്ടനിലാണ് ഇത് ആദ്യമായിട്ട് ഈ ഷോപ്പ് തുടങ്ങിയത്. 1760 വില്യം ഹാംലി എന്ന വ്യക്തിയാണ് ഇത് ആരംഭിച്ചത്. ഈ ഷോറൂമിലോട്ട് കയറുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മളെപ്പോലെ ഉള്ളവർക്കും ഒരു പോസിറ്റീവ് വൈബാണ്. എന്തായാലും നമ്മളവിടെ കുറച്ച് സമയമല്ല, കുറച്ചധികം സമയം അവിടെ നിന്ന് എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു നേരം കറങ്ങിയതിനു ശേഷം മെട്രോ കയറി നേരെ റൂമിലോട്ട് പോയി. ഹസ്ബൻഡ് ഓഫീസിലോട്ടും പോയി. കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വാട്ടർ മെട്രോയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. റൂമിൽ നിന്ന് നടക്കാവുന്ന ദൂരേ ഉള്ളൂ, എന്നാലും ഒരു ഓട്ടോ വിളിച്ചു പോയി. പിള്ളേരൊക്കെ ഉള്ളതല്ലേ. സമയം ഒരു 6 മണിയൊക്കെ ആവാറായി കേട്ടോ. ഹൈക്കോർട്ടിനടുത്താണ് ഈ വാട്ടർ മെട്രോ ഉള്ളത്. നമ്മൾ ഒരു തവണയേ വന്നിട്ടുള്ളൂ, പക്ഷെ അന്ന് കയറാൻ പറ്റിയില്ല. ആ ഒരു നിരാശ തീർക്കാൻ കൂടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം. അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ ഒന്ന് നോക്കി. അവിടെ കുറച്ചധികം സ്ഥലങ്ങളിലേക്ക് ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയത് മറൈൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലോട്ടാണ്. ഇവിടെ പോയാൽ നിങ്ങൾ 7:05 അതിൽ കയറിയാലും മതിയല്ലോ, കുഴപ്പമില്ല. സീറ്റ് ഉണ്ടല്ലോ, 7:05 ഉണ്ടാവും. സീറ്റ് ഉണ്ടാവും. ഏഴഞ്ചിനുള്ള റൂട്ടിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ ബോട്ട് വന്നു. നമ്മൾ പതുക്കെ ബോട്ടിലോട്ട് കയറി. സൈനക്കുട്ടാ, വേട്ടത്തൊരു സീറ്റ് പിടി, വേട്ടത്തൊരു സീറ്റ് പിടി. അറ്റത്തൊരു സീറ്റ് പിടി. സൈനിന്റെ അടുത്ത് പോ, സൈനിന്റെ അടുത്ത് പോ. നമ്മൾ വിൻഡോ സീറ്റൊക്കെ തപ്പി പിടിച്ചിരുന്നു കേട്ടോ. സീറ്റൊക്കെ പിടിച്ചു. പുറത്തൊരു കാഴ്ചയും കാണാൻ പറ്റിയില്ല കേട്ടോ. നേരം നല്ല ഇരുട്ടിയിരുന്നു. സത്യം പറഞ്ഞാൽ പരസ്പരം നമ്മളെ തന്നെ നോക്കിയിരുന്നു എന്ന് വേണം പറയാൻ. നല്ല നിരാശ ഉണ്ടായിരുന്നേ. ഇരുട്ടത്ത് വന്ന് തേഞ്ഞു. തേഞ്ഞടാ തേഞ്ഞു. ഒന്നും രാത്രി വന്ന് തേഞ്ഞു. രാത്രി വന്ന് തേഞ്ഞിരിക്കുകയാണ്. 7 മണിക്ക് ശേഷം വരരുത്. വേലി ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കാണത്തില്ല. നമുക്ക് ഇനിയിപ്പോ നമ്മളെ മാപ്പിൽ കണ്ട് ആശ്വസിക്കാൻ നമ്മള് കാണണം. നമ്മള് നേരെ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ ഫോട്ടോ വെച്ച് നമ്മൾ കണ്ട കടലിൽ കൂടെ പോവുകയാണ്. ഇതുവഴിയെ കാണാൻ പറ്റുന്നുള്ളൂ, നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഇങ്ങനെ കടൽ കാണുകയാണ്. പരമാവധി പകൽ സമയത്ത് തന്നെ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത് കേട്ടോ.
യാത്രക്കാരെക്കാളും ഉപരി മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരാണ് കൂടുതലും ഇതിൽ. കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഫോർട്ട് കൊച്ചി എത്തി. അവിടെ ഇറങ്ങി കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പതിയെ വാട്ടർ മെട്രോ സ്റ്റേഷനൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് കണ്ടിട്ട് അവിടെ നിന്ന് സ്റ്റേഷന് പുറത്തിറങ്ങി. അവിടെ നിന്ന് ഓരോ കരിക്കൊക്കെ കുടിച്ച് നിന്നപ്പോൾ അവിടെ ജങ്കാറ് കണ്ടു കേട്ടോ. അതിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വെച്ചു. മക്കൾ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ ജങ്കാറിൽ. അവർക്കും അതൊരു പുതിയ അനുഭവമായിരിക്കുമല്ലോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ജങ്കാറിനെ കാത്തു നിന്നു. ജങ്കാറ് തീരത്തോടടുത്തപ്പോൾ നമ്മൾ അതിലേക്ക് കയറി കേട്ടോ. വണ്ടിയൊക്കെ പോകുന്നതും വരുന്നതും ഒക്കെ കണ്ടിട്ട് മക്കളൊക്കെ ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിന്നത്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് നമ്മുടെ ജങ്കാർ അടുത്തുകൊണ്ടിരുന്നു കേട്ടോ. രണ്ടുപേരെ കൈ പിടിച്ചോളാം. ഇറങ്ങി നടന്നോ, വൈപ്പിലോട്ടോ, മെട്രോയിലോട്ടോ. ക്ലോസായ കണ്ടു നോക്കിയടാ. അപ്പോൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങി വൈപ്പിനിൽ നിന്ന് വാട്ടർ മെട്രോ വഴി മറൈൻ ഡ്രൈവ് ഇറങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷെ നടന്നില്ല. 8 മണിയായപ്പോൾ വാട്ടർ മെട്രോ ക്ലോസ് ചെയ്തു കേട്ടോ. പിന്നെ പതുക്കെ ആ ജങ്കാറിൽ തന്നെ കയറി ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി. അവിടെ നിന്ന് മറൈൻ ഡ്രൈവിലോട്ട് ബസ് കിട്ടുമെന്നൊരു ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ജങ്കാറിൽ വന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി ബസ് സ്റ്റാൻഡ് തപ്പി പോയി കേട്ടോ. ഫോർട്ട് കൊച്ചി ഇല്ലേ? അത് ഫോർട്ട് കൊച്ചിയാണെന്നോ? തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് മേനകയിലോട്ട് പോകുന്ന ബസ്സിൽ കയറി. ഇനി മറൈൻ ഡ്രൈവിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം റൂമിലോട്ട് പോകാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും കാണാം. ബൈ.